ഹായ് എവ്രി വൺ, വെൽക്കം ടു ടോസ് അക്കാഡമി. അപ്പോൾ ഇന്ന് ടോസ് അക്കാഡമി നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ HSC മാത്തമാറ്റിക്സിൻ്റെ സിലബസിൽ വരുന്ന മൊഡ്യൂൾ 5-ലെ കുറച്ച് PYQs ആയിട്ടാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ കുറച്ച് PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഓർഡറും ഡിഗ്രിയും പഠിക്കാനുണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ. അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യും, അതുപോലെ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ എക്സാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ എല്ലാ ഏരിയയിലും പ്രോബ്ലംസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓർഡറും ഡിഗ്രിയും റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: d ക്യൂബ് y ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് 3 ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് y ഈക്വൽ ടു എക്സ് എന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിൻ്റെ ഓർഡർ ഡിഗ്രി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ 3 ആണ് വൈയുടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ടുള്ളത്, അല്ലേ? 3 തവണ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് ഹയസ്റ്റ് ഡെറിവേറ്റീവ്. സോ ഓർഡർ എന്തായിരിക്കും? ഓർഡർ 3 ആയിരിക്കും. ഇനി ഹയസ്റ്റ് ഡെറിവേറ്റീവ് വന്നതിൻ്റെ ഡിഗ്രി നോക്കുക. ഓക്കെ, അതിൻ്റെ ഡിഗ്രി എന്താ? 1 ആണ്, അല്ലേ? ഡിഗ്രി 1 ആണ്. സോ ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1 ആയിരിക്കും. അപ്പോൾ ആൻസർ വരുന്നത് ഓർഡർ 3-ഉം ഡിഗ്രി എന്താ? 1-ഉം ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. y ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു ഇ റേസ് ടു 3x നിർദ്ധാരണമാകുന്ന, അതായത് സൊല്യൂഷൻ ആകുന്ന അവകലന സമവാക്യം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏത്? അതായത് ഇത് സൊല്യൂഷനായിട്ട് വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓപ്ഷൻ വൈസ് നമുക്ക് വെരിഫൈ ചെയ്യാം. ഓപ്ഷൻ വെച്ചിട്ട് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് y ഈസ് ഈക്വൽ ടു 15 ഇ റേസ് ടു 3x സൊല്യൂഷൻ ആകുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നോക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അതായത് നമ്മൾ y ഡാഷ് എഴുതാം. y ഡാഷ് എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? y ഡാഷ് ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ്, ഇ റേസ് ടു 3xൻ്റെ ഡെറിവേറ്റീവ്. ഇ റേസ് ടു 3xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റേസ് ടു 3x ഇൻറ്റു ഇ റേസ് ടു 3x ഇൻറ്റു 3xൻ്റെ ഡെറിവേറ്റീവ്, അതായത് 3. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന എന്താണ്? 15 ഇൻറ്റു 3 ഇൻറ്റു ഇ റേസ് ടു 3x എന്നാണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഒരു തവണയും കൂടി ഈ y ഡാഷിന് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? y ഡബിൾ ഡാഷ് കിട്ടും. അപ്പോൾ y ഡബിൾ ഡാഷ് നമുക്ക് എത്ര കിട്ടുന്നത്? 15 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു ഇ റേസ് ടു 3x എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഓപ്ഷൻസിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എ ആണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം y ഡബിൾ ഡാഷ് ഇത് തന്നിട്ടുണ്ട്, ഇതാണ് നമുക്കറിയാം, അല്ലേ? അപ്പോൾ y ഡബിൾ ഡാഷ് മൈനസ് 5 ഇൻറ്റു y ഡാഷ് പ്ലസ് 6y ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ y ഈസ് ഈക്വൽ ടു 15 ഇ റേസ് ടു 3x എന്ന് പറയുന്നത് ഇതിൻ്റെ സൊല്യൂഷനാണെന്ന് നമുക്ക് പറയാം, അല്ലേ? അപ്പോൾ ഞാനത് കൊടുക്കുകയാണ്. അതായത് y ഡബിൾ ഡാഷ് മൈനസ് 5 ഇൻറ്റു y ഡാഷ് പ്ലസ് 6y, ഇത് y ഡാഷ് ആണേ, 6y ഈക്വൽ ടു എന്താ നമുക്ക് വരുന്നത്? 15 ഇൻറ്റു 3 ഇൻറ്റു ഇ റേസ് ടു 3x മൈനസ്, ഓക്കെ, മൈനസ് പിന്നെന്താ 5 ഇൻറ്റു y ഡാഷ്. 5 ഇൻറ്റു y ഡാഷ് എന്ന് പറയുമ്പം നമുക്ക് എന്ത് വരും? 15 ഇൻറ്റു 3 ഇൻറ്റു പിന്നെ ഒരു 5 കൂടി വരും, അല്ലേ? 5 ഇൻറ്റു ഇ റേസ് ടു 3x വരും, പ്ലസ് 6y ആണ്. y എന്താ? 15 ഇ റേസ് ടു 3x ആണ്. അപ്പോൾ എന്ത് വരും ഇവിടെ? പ്ലസ് 15 ഇൻറ്റു 6 ഇൻറ്റു 15 ഇൻറ്റു 6 ഇൻറ്റു എന്താ വരിക? ഇ റേസ് ടു 3x എന്ന് നമുക്ക് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് എല്ലാത്തിലും ഒരു 15 ഇൻറ്റു 3 ഉണ്ട്. അപ്പോൾ അതിനൊന്ന് ഔട്ട് സൈഡ് എടുക്കുക. 15 ഇൻറ്റു 3 ഔട്ട് സൈഡ് എടുത്തു. ബാലൻസ് വരുന്ന ഏതാണ്? 3 ഇ റേസ് ടു 3x ഉണ്ട് ഇവിടെ.
മൈനസ് 5e3x ഉണ്ട് പ്ലസ് 2e3x ഉണ്ട് അല്ലേ? അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? നമുക്ക് 5e3x വരിക. 5e3x മൈനസ് 5e3x, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. സോ നമുക്ക് എന്ത് പറയാം? y is equal to 15e3x എന്ന് പറയുന്നത് ആരുടെ സൊല്യൂഷനാണ്? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ഇങ്ങനെ ഓപ്ഷൻസ് വഴി നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാ? ഒരു ആൻസറാണ് കറക്റ്റായിട്ട് വരിക അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇതുപോലെ ഓപ്ഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് വെച്ചിട്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് തെറ്റായിട്ട് കിട്ടും. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. dy/dx മൈനസ് y ഈക്വൽ ടു e⁻x നിർദ്ധാരണം ഏത്? അതായത് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെയാണ്? dy/dx ഈക്വൽ ടു അല്ല പ്ലസ് p of x ഇൻറ്റു y ഈക്വൽ ടു q of x. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് തന്നെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കും. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ? എങ്ങനെയാണ്? e⁻p of x dx അല്ലേ? p dx ആണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ദെൻ നമുക്കതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടതാണ് y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx ആണ് നമ്മൾ ചെയ്യേണ്ടത്, പ്ലസ് നമ്മുടെ ആർബിട്രറി കോൺസ്റ്റൻറ്റ്. ഇങ്ങനെയാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ കേസിനകത്ത് നമുക്ക് p of x എന്താ? p of x എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ വൈയുടെ കൂടെ ഉള്ളതാണ് p of x. അപ്പോൾ ഇവിടെ p of x എന്താണ്? p of x is equal to -1 ആണ്. p of x is equal to എന്താണ്? -1 അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കുക. ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ എന്ത് കിട്ടും? ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ഇസ് ഈക്വൽ ടു e⁻1 dx ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻x ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ഇക്വേഷനിൽ ഈ പറയുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആ വാല്യൂ കൊടുക്കാൻ പോവുകയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് e⁻x ആണ് കേട്ടോ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ കൊടുക്കുക. y ഇൻറ്റു e⁻x ഈക്വൽ ടു e⁻x ഈക്വൽ ടു ഇൻ്റഗ്രൽ എന്താണ്? ഇൻ്റഗ്രൽ e⁻x ഇൻറ്റു നമ്മുടെ q of xൻ്റെ ടേം ഏതാ? q of x എന്ന് പറയുന്നത് e⁻x ആണ്. e⁻x ഇൻറ്റു dx അല്ലേ? e⁻x ഇൻറ്റു dx പ്ലസ് c ആണ് വരുന്നത്. ഓക്കെ, ഇതെന്താ വരിക? e⁻x ഇൻറ്റു e⁻x എന്താ? അതായത് ഇങ്ങനെ വരും e⁻x പ്ലസ് x ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻0. e⁻0 എന്താണ്? 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 dx പ്ലസ് c എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ y ഇൻറ്റു e⁻x എന്തിനോട് ഈക്വലായിട്ട് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് സിനോട് ഈക്വലായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതായത് ഇതെന്താ? e⁻x എന്ന് പറയുന്നത് 1/e⁻x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് സി എന്നാണ് നമുക്ക് കിട്ടുന്നത്. ദിസ് ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാം? y ഈസ് ഈക്വൽ ടു e⁻x ഇൻറ്റു എക്സ് പ്ലസ് സി എന്ന് നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, d²y/dx² പ്ലസ് dy/dx മൈനസ് 2y ഈക്വൽ ടു 0 എന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിൻ്റെ പരിഹാരം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ y ഈസ് ഈക്വൽ ടു സി ഇൻറ്റു e⁻²x. ഓപ്ഷൻ ബി y ഈസ് ഈക്വൽ ടു സി ഇൻറ്റു e⁻²x. ഓപ്ഷൻ സി y ഈസ് ഈക്വൽ ടു c1 e⁻²x പ്ലസ് c2 e⁻−x, ഇവിടെ മൈനസ് ആണ്, -x പ്ലസ് c3. ആൻഡ് ഓപ്ഷൻ ഡി c1 e⁻²x പ്ലസ് c2 e⁻x.
ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മൾ നേരത്തെ പോലെ ചെയ്യാം. ഓക്കെ, നേരത്തെ ചെയ്തതുപോലെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. ഈ ഡെറിവേറ്റീവ്സിൻ്റെ ഒക്കെ കോഎഫിഷ്യൻ്റ് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഇങ്ങനെ കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് വരുന്ന കേസിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണെന്ന് വിചാരിക്കുക, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, എ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ബി ഇൻറ്റു വൈ ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണെങ്കിൽ നമ്മളിത് സോൾവ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നുണ്ട്. ഓക്സിലറി ഇക്വേഷൻ എന്താണ്, എം സ്ക്വയർ പ്ലസ് എ എം പ്ലസ് ബി ഈക്വൽ ടു 0 ആണ് ഓക്സിലറി ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കും. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണല്ലോ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കും. ദെൻ ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ റൂട്ട്സ് വെച്ചിട്ട് ഇപ്പോൾ 3 ടൈപ്പ് വരാം. ഈക്വൽ ആയിട്ടുള്ള റൂട്ടുകൾ വരാം, ഈക്വൽ റിയൽ റൂട്ട്സ് വരാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയൽ റൂട്ട്സ് വരാം, അതുപോലെ തന്നെ ഇമാജിനറി അതായത് കോംപ്ലക്സ് റൂട്ടുകൾ വരാം. അപ്പോൾ അങ്ങനെ 3 കേസുകളുണ്ട്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറയുന്നുണ്ട്, ആ കാര്യം പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓക്സിലറി ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിനകത്ത് ഓക്സിലറി ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, എം സ്ക്വയർ പ്ലസ് എം മൈനസ് 2 ഈക്വൽ ടു 0. ഇതാണ് ഓക്സിലറി ഇക്വേഷൻ വരുന്നത്. ദെൻ ഇതിൻ്റെ റൂട്ട്, അതായത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1ഉം വരണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2ഉം വരണം. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഏതാണ്, 2ഉം 1ഉം അല്ലേ. അതായത് എം പ്ലസ് 2 ഇൻറ്റു എം മൈനസ് 1 ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റൂട്ട്സ് ഏതൊക്കെയാണ്, എം ഇസ് ഈക്വൽ ടു -2 ആൻഡ് എം ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ എഴുതുക, 2 ഈക്വൽ ഡിഫറെൻറ്റ് റൂട്ടാണ് അല്ലേ, M1ഉം M2ഉം 2 ഈക്വൽ അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ട്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ നമ്മുടെ സൊല്യൂഷൻ എന്ത് വരും, y ഈസ് ഈക്വൽ ടു C1 e റേസ് ടു M1 x പ്ലസ് C2 e റേസ് ടു M2 x. ഇങ്ങനെയാണ് നമ്മുടെ സൊല്യൂഷൻ വരുന്നത്, 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ടുകളാണെങ്കിൽ. സോ ഇവിടെ എന്ത് വരും, C1 e റേസ് ടു -2x പ്ലസ് C2 e റേസ് ടു x. ഇതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ. ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്ലാസ് നിങ്ങൾ കാണണം, എന്നാലാണ് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുള്ളൂ. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുകൊണ്ട് ഗുണിച്ചാലാണ് എക്സാക്റ്റ് അല്ലാത്ത ഒരു സമവാക്യത്തെ എക്സാക്റ്റ് ആക്കി മാറ്റാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഫോമിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്, ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആണെങ്കിലാണ് നമ്മൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ എക്സാക്റ്റ് ആണെന്ന് പറയുള്ളൂ. ഇപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണെങ്കിലാണ് അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻ കേസ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് അല്ല എങ്കിൽ നമുക്കതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ എക്സാക്റ്റ് ആക്കണം. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് അല്ലാത്ത ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ എക്സാക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ചിട്ട് ഈ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ വെച്ചിട്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ എക്സാക്റ്റ് ആയിരിക്കും. അപ്പോൾ ഏതായിരിക്കും ഇവിടുത്തെ റൈറ്റ് ആൻസർ വരുന്നത്, നമ്മൾ ഏതുകൊണ്ട് ഗുണിച്ചാലാണ് എക്സാക്റ്റ് അല്ലാത്ത ഒരു ഇക്വേഷൻ എക്സാക്റ്റ് ആവുക, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റീവ് ഫംഗ്ഷൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, y ഡാഷ് ഇസ് ഈക്വൽ ടു -2xy എന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിൻ്റെ പരിഹാരം കാണുക. അതായത് ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ y ഡാഷിന് നമുക്ക് എങ്ങനെ എഴുതാം, y ഡാഷിന് dy ബൈ dx എന്ന് എഴുതാം. dy ബൈ dx ഇസ് ഈക്വൽ ടു എന്താണ്, -2xy
വേരിയബിൾ സെപ്പറബിൾ യൂസ് ചെയ്തിട്ട് നമുക്കിത് സോൾവ് ചെയ്യാം. അതായത് എക്സിൻ്റെ ടേംസ് ഒരു സൈഡിൽ വൈയുടെ ടേംസ് ഒരു സൈഡിൽ. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? dy by y ഈക്വൽ ടു -2x dx എന്ന് എഴുതാം. ദെൻ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്താണ്? രണ്ടിടത്തും ഇൻ്റഗ്രേറ്റ് ചെയ്യുക അല്ലേ? രണ്ടിടത്തും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദിസ് സിംപ്ലൈസ് എന്ത് വരും? log y ഈക്വൽ ടു -2 ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 ആണ്. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു പോയി. പ്ലസ് നമ്മുടെ ആർബിട്രറി കോൺസ്റ്റൻറ്റ് ഒരു മൈനസ് ഉണ്ട് കേട്ടോ. ദെൻ നമ്മൾ ലോഗ് y ആണ്, നമുക്ക് y ഈക്വൽ ടു കാണണം. സോ എക്സ്പൊണൻഷ്യൽ എടുക്കുക, e റേസ് ടു എടുക്കുക രണ്ടിടത്തും. അപ്പോൾ e റേസ് ടു എടുത്ത് കഴിയുമ്പോൾ എന്ത് വരും? e റേസ് ടു ലോഗ് y ഈക്വൽ ടു e റേസ് ടു -x² പ്ലസ് c എന്ന് വരും. ദാറ്റ് ഈസ് ഇംപ്ലൈസ് നമുക്ക് y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? e റേസ് ടു -x² പ്ലസ് c ആണ് കിട്ടുന്നത്. ഓപ്ഷൻ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി അല്ലേ? e റേസ് ടു -x² പ്ലസ് സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എക്സാക്റ്റ് അല്ലാത്ത ഇക്വേഷൻ ഏതാണെന്നാണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആവണമെങ്കിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെ? ഇപ്പോൾ എം ഡി എക്സ് അല്ലേ? എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷൻ എക്സാക്റ്റ് ആവണമെങ്കിൽ ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആയിരിക്കണം അല്ലേ? അപ്പോൾ ഇവിടുത്തെ കേസിനകത്ത് എം ഇതാണ്, എൻ ഇതാണ്. അപ്പോൾ നമ്മൾ ഡോ എം ബൈ ഡോ വൈ ചെയ്യാം. അതായത് ഈ എമ്മിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 0 കിട്ടുക. ഈ എന്നിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡോ എൻ ബൈ ഡോ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു വീണ്ടും നമുക്ക് 0 കിട്ടും. സോ ഇതെന്താണ്? എക്സാക്റ്റ് ആണ്. ഇത് എക്സാക്റ്റ് ആണ്. ഇനി അടുത്ത ഇക്വേഷൻ, ഇത് എമ്മും ഇത് എന്നും. അപ്പോൾ അവിടെ നമ്മൾ ഡോ എം ബൈ ഡോ വൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ 2y വരും. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലേ? ഡോ എൻ ബൈ ഡോ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2y വരും. അപ്പോൾ ഇവർ രണ്ടുപേരും ഈക്വൽ ആയതുകൊണ്ട് ഇതും എക്സാക്റ്റ് ആണ്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഇത് എം, ഇത് എൻ ആണ്. സോ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എൻ അതായത് എം ഡോ എം ബൈ ഡോ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? കോസ് എക്സ് പ്ലസ് 2x ഇൻറ്റു ഇ റേസ് ടു വൈ എന്ന് കിട്ടും. അടുത്തത് ഡോ എൻ ബൈ ഡോ എക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ കോസ് എക്സ് പ്ലസ് 2x ഇൻറ്റു ഇ റേസ് ടു വൈ -0. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താണ്? ഈക്വൽ ആണ്. സോ ഇതും എക്സാക്റ്റ് ആണ്. ഇത് എക്സാക്റ്റ് ആണ്, ഇത് എക്സാക്റ്റ് ആണ്, ഇത് എക്സാക്റ്റ് ആണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് എം, ഇത് എൻ. ഡോ എം ബൈ ഡോ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 വരും. ആൻഡ് ഡോ എൻ ബൈ ഡോ എക്സ് നമുക്ക് എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടുന്ന, രണ്ടും ഈക്വൽ അല്ല. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, y" പ്ലസ് 5 ഇൻറ്റു y' പ്ലസ് 6y ഈക്വൽ ടു 0 എന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിൻ്റെ പരിഹാരം കാണാം. ഇതെന്താണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആണ്. സോ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതും. ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണ്? m² അല്ലേ? എങ്ങനെയാണ്? m² പ്ലസ് 5m പ്ലസ് 6 is equal to 0 ആണ് വരുന്നത്. അതായത് ഇതിൻ്റെ സൊല്യൂഷൻസ് ഏത് വരും? +3 ഇൻറ്റു m+3 ഇൻറ്റു m+2 is equal to 0. ഇനി നമുക്ക് m is equal to -3, അതായത് m1 is equal to -3 ആൻഡ് m2 equal to -2 എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ടുകളാണ്. സോ y is equal to c1 e raised to m1x plus c2 e raised to m2x ആണ്.
ഇപ്പോൾ ഇത്തരത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ -3ഉം -2ഉം വന്നിട്ടുള്ളത് ഏതിലാണെന്ന് നോക്കി വെച്ചാൽ മതി. ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ. എന്നാലും നമുക്കൊന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു C1 e⁻³ + C2 e⁻²x. ഇവിടെ നോക്കുമ്പോൾ കോൺസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്നേ ഉള്ളത്. കുഴപ്പമില്ല, നമുക്ക് ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് കണ്ടോ, -3ഉം -2ഉം റൂട്ടാണോ നോക്കിയാൽ മതി. അപ്പോൾ ഈ ഓപ്ഷൻ നോക്കുമ്പോൾ ഇവിടെ 2 ആണ്, അപ്പോൾ ഇതാവില്ല അല്ലേ. ഈ ഓപ്ഷൻ നോക്കുമ്പോൾ ഇവിടെ 3 ആണ്, മൈനസ് അല്ല, അപ്പോൾ അതും ആവില്ല. ഇവിടെ രണ്ടിലും 2ഉം 3ഉം ആണ്, സോ അതും പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്.